ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മത്തനും വൻപയർ, വെള്ളപ്പയർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമല്ലേ, അത് വെച്ചിട്ട് നമ്മളൊരു കൂട്ടാനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളപ്പയർ, അതായത് വൻപയർ, നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുക്കർ വിസിലിന് വേണ്ടി വെക്കുന്നു. ഒരു 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മളൊരു പാനിലേക്ക് മത്തൻ നന്നായിട്ട് വൃത്തിയാക്കിയതും അതുപോലെ തന്നെ അത് വേവാൻ ആവശ്യമുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് അടുപ്പത്ത് വേവാൻ എടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ 2-3-4 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളി 2 പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുള്ള മത്തൻ നന്നായി വെന്തിട്ടുണ്ടാവും. അതൊന്ന് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ വൻപയർ വേവിച്ചത് മത്തനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മത്തനിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ തേങ്ങയുടെ അരപ്പ് അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയ തേങ്ങയുടെ ഇതൊക്കെ ഉണ്ടല്ലോ, മണമൊക്കെ ഉണ്ടല്ലോ, ഒന്ന് മാറിയെടുക്കുക. അതിന് ശേഷം നമ്മൾ അതൊന്ന് മാറ്റി വെച്ച് ഒരു ചീഞ്ചട്ടി അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പാൻ അടുപ്പത്ത് വെക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളക്, ഉണക്കമുളകും കറിവേപ്പിലയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഇടാം. നമ്മൾ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ മത്തനും വൻപയറും എന്ന കൂട്ടാനിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ സൂപ്പറായിരിക്കും. അതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ആ മത്തൻ്റെ ചെറിയൊരു മധുരവും വെള്ളപ്പയർ ഇങ്ങനെ വെന്തുടഞ്ഞതും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.